മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറച്ച് വ്യക്തികൾ, 2-3 വ്യക്തികൾ ഇമെയിൽ വഴിക്കും വാട്സപ്പ് വഴിക്കും തീവ്രമായ വികാരത്തോടുകൂടി വാക്കുകൾ ഉപയോഗിച്ച് ഈ മതപരിവർത്തനത്തെക്കുറിച്ചും ഹൈന്ദവ ജനതയ്ക്കുണ്ടാവുന്ന മൂല്യച്യുതികളെക്കുറിച്ചും ശബരിമലയിലും ഗുരുവായൂരിലും ദേവസ്വം ബോർഡ് ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചും ആ ക്ഷേത്രങ്ങളുടെയും ഹൈന്ദവ ജനതയുടെയും കർമ്മമണ്ഡലത്തിലും ആചാരങ്ങളിലും ഭരണാധികാരികൾ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും രാഷ്ട്രീയക്കാർ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും അവർ ചെയ്യുന്ന തിന്മകളെക്കുറിച്ചുമെല്ലാം വളരെ വികാരത്തോടുകൂടി പ്രതികരിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഗോപാലകൃഷ്ണൻ സാറും ഇത് നിസ്സാരമായിട്ട് കളയരുത് എന്നെല്ലാം ആഹ്വാനം തരുന്ന വിധത്തിൽ കുറച്ച് ഇമെയിലുകൾ, ധാരാളമൊന്നുമില്ല, 2-3 ഇമെയിലുകൾ വരാറുണ്ട്. ആ ഇമെയിലിലെ വാക്കുകളില്, വരികളില് പ്രതിഷേധവും പ്രതികാരവും ദേഷ്യവും ദുഃഖവും സങ്കടവുമെല്ലാം കാര്യമായിട്ട് പ്രതിഫലിക്കുന്നതും കാണാൻ സാധിച്ചു. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ലോകത്തില് ഏത് വിധത്തിലും ആർക്കും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതിൽ നന്മയായിരിക്കാം ഉദ്ദേശം, സ്വാർത്ഥതയായിരിക്കാം ഉദ്ദേശം, ഉന്മൂലനമായിരിക്കാം ഉദ്ദേശം, പുതിയത് കെട്ടിപ്പടുക്കലായിരിക്കാം ഉദ്ദേശം, തൻ്റെ വീക്ഷണം അകത്തേക്ക് ചെലുത്തലായിരിക്കാം ഉദ്ദേശം, ശുദ്ധീകരിക്കലായിരിക്കാം ഉദ്ദേശം, നന്മകളായിരിക്കാം തിന്മകളായിരിക്കാം. ഈ നടക്കുന്ന സംഭവങ്ങളുടെ പുറകിലുള്ള ഉദ്ദേശങ്ങൾ അതെല്ലാം ദൂരെ മാറി നിന്ന് ഇന്ത്യക്കകത്തോ പുറത്തോ നിന്ന് കണ്ട് വികാരത്തോടുകൂടി ഇവിടെ ഇരിക്കുന്ന വ്യക്തികളോട് പ്രതികരിക്കണം എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതല്ലാതെ ഇന്ത്യക്ക് പുറത്തുള്ള വ്യക്തികൾ വികാരത്തോടുകൂടി പ്രതികരിക്കുമ്പോൾ ആ വികാരത്തിന് തത്തുല്യമായിട്ട് ഇവിടെ തുള്ളിച്ചാടാനൊന്നും ആരും ഉണ്ടാവില്ല. ഏറ്റവും അധികം ഇന്ന് ഓരോ വ്യക്തിക്കും അവരേതെങ്കിലും ഏരിയയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ അതിന് കുറേ നെഗറ്റീവുകൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആരാധ്യനായ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ പച്ചത്തെറി പറയാൻ ഒരു തരത്തിലുള്ള തടസ്സവുമില്ലാത്ത ഒരു വിഭാഗം മലയാളികൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് ഉൾപ്പെടെ, പിന്നെ ഇതൊന്നും കൂടാതെ നല്ലതും പറയാൻ സോഷ്യൽ മീഡിയ ഉണ്ട്. യൂട്യൂബ് ഉപയോഗിക്കാം, ഫേസ്ബുക്ക് ഉപയോഗിക്കാം, ബ്ലോഗ് ഉപയോഗിക്കാം, ട്വിറ്റർ ഉപയോഗിക്കാം. പ്രശസ്തരായ വ്യക്തികൾ പ്രശസ്തരായ സന്ദേശങ്ങൾ ഇപ്പം നൽകുന്നതൊക്കെ പത്രസമ്മേളനത്തിലൂടെയല്ല, ട്വിറ്ററിലൂടെയും ഫേസ്ബുക്കിലൂടെയുമാണ്. അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യക്കകത്തും പുറത്തുമുള്ള എല്ലാ മലയാളികൾക്കുമുണ്ട്. ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോഴും പറയുമ്പോഴുമെല്ലാം ഇന്ത്യയിലും കേരളത്തിലും ഇരിക്കുന്ന ചില വ്യക്തികളുടെ തലയിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വ്യക്തി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓർമ്മിക്കുക, ഇവിടെ ജീവിക്കുന്നവർക്കും നിലനിൽക്കുന്നവർക്കും പരിമിതികളുണ്ട്. വിദേശത്ത് ചെല്ലുമ്പോൾ തോന്നുന്ന വികാരമാണ് സ്വദേശത്ത് ഇല്ലാത്ത വികാരമാണ് വിദേശത്ത് ചെല്ലുമ്പോൾ തോന്നുന്നത്. ആ വികാരത്തിനനുസരിച്ച് ഇവിടെ തുള്ളാനും ചാടാനും നിൽക്കാൻ പലർക്കും സമയമുണ്ടാവില്ല. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം കൂടി ആവുമ്പോഴാണ് അത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നതും പറഞ്ഞുകൊണ്ടിരുന്നതും പോരാ, കുറെ കൂടി ചെയ്യുകയും പറയുകയും വേണം എന്ന് തോന്നുന്നത്. അത് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ രാജ്യം ഭരിക്കുന്ന വ്യക്തികളുടെ മതം അത് ഒരു വജ്രായുധമായിട്ട് പതിച്ചു എന്ന് വരാം. അതുകൊണ്ട് ഏറ്റവും എളുപ്പം അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്നത് ഇമെയിൽ വഴിക്കും മറ്റു വഴിക്കും ഇവിടെ ഇരിക്കുന്നവർക്ക് നിരന്തരം ഇമെയിൽ അയച്ചിട്ട് പ്രതികരിക്കാനായിട്ട് പറയുക. ഓർമ്മിക്കുക, എല്ലാവർക്കും അവരവരുടെ ഉത്തരവാദിത്വവും അവരുടേതായിട്ടുള്ള വീക്ഷണവുമുണ്ട്. ആരെങ്കിലുമൊക്കെ പ്രവർത്തിക്കുകയും കർമ്മനിരതരാവുകയും ചെയ്യുന്നു എങ്കിൽ അവർ ഒരു മണ്ഡലത്തിൽ പരിമിതമായ സമയവും ഊർജവും സൗകര്യങ്ങളും വെച്ചുകൊണ്ട് പരമാവധി ചെയ്യുന്നുണ്ട്
എന്നുകൂടി തിരിച്ചറിയാൻ സാധിക്കട്ടെ. അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് യോജിക്കാവുന്ന വിധത്തിലാണ് നിങ്ങളുടെ വീക്ഷണമെങ്കിൽ ഈ വികാരത്തോടുകൂടി നാട്ടുകാരോട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്നതിന് പകരം ആ വികാരവും ആ ഊർജവും ആ സമയവും സമ്പത്തുണ്ടെങ്കിൽ അതും ഉപയോഗിച്ച് വളരെ വളരെ നന്മ നിറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആരൊക്കെ പ്രവർത്തിക്കുന്നോ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അന്ധമായിട്ട് അവരെയും ഫോളോ ചെയ്യാതെ അവരിലെ നന്മകളും എടുത്തുകൊണ്ട് ആ നന്മകൾ നല്ല രീതിയിൽ പ്രചരിപ്പിച്ച് വേണ്ടതും വേണ്ടാത്തതും ട്വിറ്ററിലും വാട്സപ്പിലും ഇമെയിലിലൂടെയും എഴുതാതെ അവനവന്റെ മുമ്പിൽ ഒരു വെബ് ക്യാമറ വെച്ച് 5-10 മിനിറ്റ് കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ പ്രഭാഷണത്തിലൂടെയോ വായനയിലൂടെയോ കൊടുത്ത് അപ്ലോഡ് ചെയ്യാൻ ഇന്ന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു വെബ് ക്യാമറയ്ക്ക് 1100 രൂപ അല്ലെങ്കിൽ 1200 രൂപയേ ഉള്ളൂ. അതുകൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു ചെലവുമില്ലാതെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. നല്ല നല്ല കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ FLV ഫോർമാറ്റിലാക്കിയിട്ട് റീ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അത് വാട്സപ്പിലൂടെ ഓഡിയോ ആക്കിയിട്ട് പ്രചരിപ്പിക്കാൻ സാധിക്കും. എത്ര സംവിധാനങ്ങളാണ് ഉള്ളത്. അതൊന്നും ചെയ്യാതെ അവനവന്റെ തലയ്ക്കും ബാക്കിയുള്ളവരുടെ തലയ്ക്കും വികാരം വരുത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ മലമറിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ധരിപ്പിച്ചും ഇമെയിൽ എഴുതുന്നവരും വികാര തീവ്രരാവുന്നവരോടും എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ സ്വയം ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടോ, ഇപ്പൊ എത്ര പേരാ ഉണ്ടാക്കിയിരിക്കുന്നത്? വാട്സപ്പ് ഗ്രൂപ്പ് എത്ര പേരുടെയാ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുള്ളത്? എന്ത് ഭംഗിയായിട്ട് അവർ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തിക്കുന്നതിന്റെ പരിണത ഫലമല്ലേ ഈ മാറ്റങ്ങളെല്ലാം കാണുന്നത്. എന്ത് ധന്യമായിട്ടുള്ള മാറ്റമാണ്. ആ മാറ്റങ്ങളെല്ലാം വരുമ്പോൾ പലരുടെയും അഭിപ്രായങ്ങളും വിമർശനങ്ങളും വിലയിരുത്തലുകളും അറിവ് നേടലും അറിവ് കൊടുക്കലും എല്ലാമാണ് അതിന്റെ പുറകിൽ കാരണമെന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് അൾട്രാ മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി യുഗത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ വികാരത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ വിചാരത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ സാധിക്കുമ്പോൾ മറ്റുള്ളവരോട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് എന്റെ ഉത്തരവാദിത്വം തീർന്നു എന്ന് വിചാരിച്ച് ജീവിക്കുന്നതിന് പകരം എന്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കും, എന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ പ്രവർത്തിക്കും, അതിലെല്ലാവരുടെയും സഹായം സ്വീകരിക്കുകയും എല്ലാവർക്കും സഹായം കൊടുക്കുകയും ചെയ്യുമെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതല്ലേ കുറെ കൂടി നല്ലത്. ഏതായാലും വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെന്ത് പ്രവർത്തിച്ചാലും ആ വികാരത്തിന് കാരണമായിട്ടുള്ള വസ്തുതകൾ തീരുമ്പോൾ അയാളുടെ വികാരവും തീരും. ഏതാനും ദിവസമോ ഏതാനും മണിക്കൂറുകളോ. അതല്ല, വിചാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ഇമെയിൽ എഴുതേണ്ടതും ട്വിറ്റർ എഴുതേണ്ടതും അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടതും വാട്സപ്പ് ഗ്രൂപ്പിൽ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതും എല്ലാം വിചാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. 24 മണിക്കൂറല്ലേ എല്ലാവർക്കും ഉള്ളൂ. എല്ലാവർക്കും 24 മണിക്കൂർ ഉണ്ടല്ലോ. എല്ലാവർക്കും ചെയ്തൂടെ? ആ സമയം പോരാന്ന് തോന്നുകയാണെങ്കിൽ ഉറങ്ങുന്ന സമയം കുറയ്ക്കുക, അല്ലെങ്കിൽ വിശ്രമിക്കുന്ന സമയം കുറയ്ക്കുക, അല്ലെങ്കിൽ ഇതിനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, വൈകുന്നേരം വൈകിട്ട് കിടക്കാൻ പോവുക. ഇവിടെയൊക്കെ സമയത്തിന് ഓപ്ഷൻ ഉണ്ട് നമുക്ക്. അപ്പൊ നമുക്കതെല്ലാം ചെയ്യാൻ സാധിക്കട്ടെ. വികാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒത്തിരി വ്യക്തികൾക്ക് സമയം കൂടുതലാണ് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു കാരണമെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഏതായാലും എനിക്ക് ഇങ്ങോട്ട് കമന്റ് എഴുതുന്ന 1, 2, 3 വ്യക്തികൾക്ക് എതിരെയുള്ള ആൻസർ അല്ല ഇത്. അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് എഴുതാതിരിക്കുന്ന വ്യക്തികൾക്കും കൊടുക്കാനുള്ള സന്ദേശം ഇത് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.